ആരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ. നമ്മുടെ അച്ചായനുണ്ടല്ലോ, അച്ചായൻ സ്കൂളിലെ ടോണി അച്ചായൻ. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട മിക്ക പെൺകുട്ടികളുടെ വിവാഹം നടക്കാത്തതിന്റെ, വിവാഹം വൈകി പോകുന്നതിന്റെ പ്രധാന കാരണം വിവാഹ ചെലവുകൾ നടത്താൻ ആ കുടുംബത്തിന് വഴിയില്ലെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് അച്ചായൻ ഇതുപോലെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നൊരു പെൺകുട്ടിയെ സകല ചെലവുകളും അച്ചായൻ ഏറ്റെടുത്ത് ഒരു ഏറ്റവും മാന്യമായ വിവാഹം എങ്ങനെ നടത്തൂ ആ രീതിയിൽ ആ വിവാഹം നടത്തി കൊടുത്തത്. ഇതാണ് ആ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ വിവാഹമാണ് അച്ചായൻ നടത്തി കൊടുത്തത്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം, ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സ്, ആ പെൺകുട്ടിയുടെ നമ്മളൊരു ലുക്ക് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മാന്യമായ രീതിയിലാണ് അച്ചായൻ ഈ വിവാഹം നടത്തി കൊടുത്തത്. നമ്മുടെ അച്ചായൻ സ്കൂളിലെ അച്ചായനെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ വന്നു. അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ആരെയാണ് സഹായിക്കുന്നത്? സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെയാണ് അച്ചായൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തികമായി തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെ സഹായിക്കുമ്പോൾ ആ ആളുകളെ കൊണ്ട് അച്ചായന് തിരിച്ച് യാതൊരു ഗുണവും ഇല്ല. നമ്മൾ ഇന്ന് ഒരാളെ സഹായിക്കുമ്പോഴത്തേനും എനിക്ക് എന്തൊരു കിട്ടും, ഇതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ അച്ചായൻ സഹായിക്കുന്ന ആളുകളെ കൊണ്ട് അച്ചായന് യാതൊരു ഗുണവുമില്ല. കാരണം ഇവരെല്ലാം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ഇവരൊന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ഇവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല. ഇവരൊക്കെ പ്രായമായിട്ടുള്ള ആളുകളോ അങ്ങനത്തെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെയാണ്. ഇവർക്കൊന്നും വന്ന് കമന്റ് ബോക്സുകളിൽ കമന്റ് ഇടാനും അറിയില്ല. സോ അച്ചായൻ ഇവരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ചായൻ മാർക്കറ്റ് ചെയ്ത് പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ അച്ചായൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു, അവരെ സഹായിക്കുന്നു. ഈ സാധനത്തിലൂടെ അച്ചായൻ വീണ്ടും ബിസിനസ് നടത്തുന്നു. അങ്ങനെ ബിസിനസ് നടത്തുന്നതിന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പാവപ്പെട്ടവർക്ക് ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലയില്ലേ? നമ്മുടെ ഇവിടെ പല ബിസിനസ്സുകാരും ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്കെല്ലാം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചാരിറ്റി വർക്ക് ചെയ്യേണ്ട ഫണ്ടുകൾ മാറ്റി വെക്കുന്നുണ്ട്. എത്ര പേര് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്? അങ്ങനെയുള്ള സമയത്താണ് ഇദ്ദേഹം പല ആൾക്കാരെയും ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ സകല ചെലവുകളും ഈ അച്ചായനാണ് എടുത്ത് നടത്തിയത്. സകല ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വസ്ത്രം, ആഭരണം എല്ലാം. എന്തിനു പറയുന്നു? ഈ പെൺകുട്ടി വന്ന് ഇറങ്ങിയത് പോലും നിങ്ങൾക്ക് വളരെ സിമിലർ ആയിട്ടുള്ള അച്ചായന്റെ സ്വന്തം കാറിൽ. ആ വീഡിയോയും കൂടെ ഞാൻ പ്ലേ ചെയ്യാം. അച്ചായന്റെ സ്വന്തം കാറിലാണ് ഈ പെൺകുട്ടീനെ ഈ വിവാഹ ചടങ്ങുകളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പല ആൾക്കാരും ഒരു BMW കാർ കല്യാണത്തിന് ഇതുപോലെ പോകാനായിട്ട്, പെണ്ണിനോ ചെറുക്കനോ പോകാനായിട്ട് റെന്റിന് എടുക്കുമ്പോഴത്തേനും എത്ര രൂപയാകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ സമയത്താണ് ഹൈലി ലക്ഷറിയസ് ആയിട്ടുള്ള ഈ കാറിൽ അച്ചായൻ ആ പെൺകുട്ടിയെ ഇറക്കുന്നതും ഈ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ഇനി അച്ചായൻ ഈ പെൺകുട്ടിയോട് പറയുന്നത്, ഈ പെൺകുട്ടിയെ ഞാൻ എന്റെ സഹോദരിയെ പോലെ കണ്ടിട്ടാണ് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത്. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അച്ചായൻ പറയുമ്പോൾ കേൾക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു സഹോദരിയുടെ, അതായത് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു സഹോദരിയുടെ, അതായത് എന്റെ അനിയത്തി എന്നുള്ള രീതിയിൽ ഈ കൊച്ചിന്റെ ജീവിതത്തിൽ ഏതൊരു പെണ്ണിന്റെ ഏറ്റവും ജീവിതത്തിലെ ആഗ്രഹമാണ് ഒരു കല്യാണം. ആ കല്യാണം നല്ല രീതിയിൽ ഞാൻ നടത്തി കൊടുത്തു. ആ കൊച്ചിന്റെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാവട്ടെ. മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാവും. ദൈവമായിട്ട് ഓക്കെ, ഒരു സഹോദരിയെ പോലെ കണ്ട് അച്ചായൻ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ പെൺകുട്ടിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ചിറങ്ങി പോകുക എന്നുള്ളതാണ്. പല ആൾക്കാരും കല്യാണത്തോടെ കടബാധ്യതകളിലേക്ക് പോകും. പല ആൾക്കാരും കല്യാണത്തോടെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരും. ഇതൊന്നും ഇല്ലാതെ വളരെ മാന്യമായ രീതിയിൽ ആ പെൺകുട്ടിയെ അച്ചായൻ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അച്ചായൻ ആ പെൺകുട്ടിയെ സഹോദരി എന്ന നിലയിലാണ് കാണുന്നത്. ദിസ് പോയിന്റ് യുവർ ഓണർ, അച്ചായൻ ആ പെൺകുട്ടിയെ സഹോദരി എന്ന നിലയിലാണ് കാണുന്നത്. ഇനി ആ പെൺകുട്ടിക്ക് പറയാനുള്ള നമ്മൾ കേൾക്കാം. ഇത്രയും മനോഹരമായിട്ട് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അച്ഛൻ തന്നെ മുന്നിട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. ആദ്യം അവസാനം വരെ കല്യാണം മുന്നിട്ട് അച്ഛൻ തന്നെ നടത്തി തന്നത്. എന്റെ കാര്യത്തിൽ എന്റെ അച്ഛൻ നോക്കാറുള്ളത് സ്വന്തം സഹോദരനെ പോലെയായിരുന്നു. ഓക്കെ, സ്വന്തം സഹോദരനെ പോലാണ് അച്ചായൻ ഈ സാധനം നടത്തി കൊടുത്തത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരാള് ബിസിനസ് ചെയ്യുന്നു. അച്ചായന്റെ ബിസിനസ് എന്താ? ഗോൾഡ് ആണ് ബിസിനസ്. അപ്പൊ അച്ചായന്റെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ മറ്റ് ഗോൾഡ് വിൽക്കുന്ന ബിസിനസ് ആൾക്കാരാണ് അച്ചായന്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത്. ഇപ്പോ ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത് അച്ചായന്റെ തലയും വാലും ഇല്ലാത്ത കുറെ വോയിസുകൾ പകരുന്നതാണ്. അവിടെ ഇവിടെ എല്ലാം കിടന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇന്നും ഒരു വലിയ ഇൻഫ്ലുവൻസർ അച്ചായന്റെ ഈ പറയുന്ന ഏതോ ഒരു കുൽസിത വോയിസ് എന്നും പറയുന്ന സാധനം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമ്മളൊന്ന് പറഞ്ഞതല്ലേടാ, അങ്ങനെ വോയിസ് ഉണ്ടാക്കുമ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇന്ന് വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മോദിയുടെ വോയിസ്, വിജയുടെ വോയിസ്, മോഹൻലാലിന്റെ വോയിസ് എല്ലാം നിങ്ങൾ കാണുന്നില്ലേ? വീഡിയോ എന്ത് ക്വാളിറ്റിയിലാണ് നിങ്ങൾ കാണുന്നത്? അത് അല്ല എന്നുള്ളത് നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ട്? ഈ പെൺകുട്ടിക്ക് അച്ഛൻ കുറെ വോയിസ് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം സ്റ്റാറ്റസ് ഇടുന്നത്. ഈ പെൺകുട്ടി എവിടെയാണ് ഈ പെൺകുട്ടി? പെൺകുട്ടിയില്ല, പെൺകുട്ടിയൊന്നും ഇല്ല. കുറെ വോയിസുകൾ വരുന്നു. ഇത് തന്നെയാണ് അച്ഛൻ്റെ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് എന്തിനാണ് ഇങ്ങനെ വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധമാണ് സ്ത്രീ വിഷയത്തിൽ ഒരു ആരോപണം ഈ പുള്ളിയുടെ മണ്ടക്കോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്ന സമയത്താണ് അച്ചായൻ ഞാൻ ഇനി ചാരിറ്റി വർക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നത്. ഈ അച്ചായൻ ചാരിറ്റി വർക്ക് നിർത്തി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? തീരെ നിവൃത്തിയില്ലാത്ത സാധാരണ ആൾക്കാർക്ക്. അവരെയാണല്ലോ അച്ചായൻ സഹായിക്കുന്നേ. അല്ലാതെ ഈ പറയുന്ന മറ്റ് ബിസിനസ് ഓണേഴ്സിനോ ജ്വല്ലറി ഓണേഴ്സിനോ കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ അച്ചായനെ എതിർക്കുന്ന ആളുകൾക്കോ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. സഹായം കിട്ടുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വെളിച്ചം തരത്തില്ലയോ എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്കാണ് ഈ സഹായം നിന്ന് പോകുന്നത്. അച്ചായൻ ഈ സഹായം നിർത്തി ഞാൻ ചാരിറ്റി നിർത്തുവാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നു. ഈ കമന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അച്ചായൻ പിന്നീട് ഈ ആൾക്കാരുടെ കമന്റിനെ മാനിച്ചുകൊണ്ട് ഈ പാവങ്ങളെ സഹായിക്കാൻ ഞാനേ ഉള്ളൂ, ഞാൻ കൈവിട്ട് കഴിഞ്ഞ് ഇവരെ ഒന്നും സഹായിക്കാൻ ആരും ഇല്ലെന്നുള്ള രീതി വന്നപ്പോഴത്തേന് അച്ചായൻ മറ്റൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ കാണിക്കാം. ഇപ്പൊ എന്റെ അവസ്ഥ ഞാൻ പറയാണ്. എന്റെ മോനിപ്പം 8 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് അറിയണം, കേൾക്കണം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ചതി ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട ഞങ്ങളെ പോലെ ഉള്ള ആൾക്കാരോട് നിങ്ങൾ ഈ ചതി ചെയ്തത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ, കോളുകൾ, പല ജില്ലകളിൽ നിന്ന് എന്നെ കാണാൻ വരുന്നവർ. ഇതിൽ നിന്നെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നെയും കാത്ത് അമ്മമാരും കുട്ടികളും സഹോദരിമാരും പല കുടിലുകളിലും കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോയാൽ മതിയാവും. ഏതായാലും ഇത്രയും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, പല കുടിലുകളിലും അച്ചായനെ പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ കാത്തിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ചായന്റെ പബ്ലിഷ് ചെയ്ത സാധനം എന്തായിരുന്നു? 42 കടകൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും 42 വീടുകൾ വെച്ചു കൊടുക്കും. ഇതായിരുന്നു അച്ചായൻ പറഞ്ഞ സാധനങ്ങൾ. അച്ചായന്റെ മാവേലിക്കരയിൽ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ നടന്നു. മാവേലിക്കരയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അച്ചായൻ മറ്റൊരു വീടിന്റെ പണി പൂർത്തിയാക്കി ആ വീടിന്റെ ഇനോഗ്രേഷൻ കഴിച്ചു. ആ വീടിന്റെ ആളെ കയറ്റി താമസിപ്പിച്ചു. ആദ്യം ആ വീട് എങ്ങനെയായിരുന്നു കിടന്നിരുന്നത് എന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന വീട്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളിലേക്ക് അച്ചായൻ ഇറങ്ങി ചെല്ലുകയും ഇവർക്ക് ഒരു സഹായം വേണം. ഇവരുടെ ആ വീടിന്റെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉള്ളതെന്നുള്ളത്. അവർക്ക് അച്ചായൻ ഇതുപോലാക്കി കൊടുത്ത വീട്. അടച്ചുറപ്പുള്ള ഒരു വീടും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ വിവാഹം കഴിപ്പിച്ച് വിടുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പ്രസ്റ്റീജിയസ് ആയിട്ട് അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ അച്ചായൻ ഈ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ വീട് പുതുക്കി പണിഞ്ഞ് അതിമനോഹരമായിട്ടൊരു വീടാക്കി കൊടുക്കുകയും കയ്യിൽ നിന്ന് പൈസ ഇട്ട് ആ പെൺകുട്ടിയുടെ വിവാഹം വളരെ മനോഹരമായി വളരെ മാന്യമായി നടത്തി കൊടുക്കുകയും ചെയ്തത്. ഇനി അച്ചായന്റെ ചാരിറ്റി കുറ്റം പറഞ്ഞ ആളുകൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമന്റാണ്, ആ കുട്ടിയുടെ ഭാഗ്യം കാറിലൊക്കെ കാറിൽ വന്നിറങ്ങി കല്യാണമൊക്കെ നടത്താൻ. പല ആളുകൾക്കും ഈ കാറിൽ വന്നിറങ്ങുക എന്ന് പറയുന്നത് ഇന്നും ഒരു ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നിവൃത്തിയില്ലാഞ്ഞിട്ട് ഓൾട്ടോയിൽ വന്നിറങ്ങിയിട്ടുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നടന്നു വന്ന് കെട്ടിയിട്ട് പോകുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അടുത്തല്ലേ വീട് എന്ന് പറയുന്നത്. അടുത്തുള്ളവര് ഇതുപോലെ തന്നെ BMW ബെൻസ് കാർ വിളിച്ച് നിങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ അച്ചായൻ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാറിലാണ് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. ഇത് തീർച്ചയായിട്ടും അങ്ങേര് ചെയ്യുന്ന ഒരു ചാരിറ്റിയുടെ മികവ് തന്നെയാണ്. ഇനി അച്ചായൻ പലരെ സഹായിച്ചില്ല അല്ലെങ്കിൽ അച്ചായന്റെ സഹായം ഉടായ്പാണെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നോക്കുക, അച്ചായന്റെ ചാനലിൽ അച്ചായന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഏറ്റവും പണ്ട് മുതലേ വന്നു കഴിഞ്ഞാൽ അച്ചായൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. നമ്മൾ ആദ്യത്തെ വീഡിയോ മുതൽ കണ്ടു വരികയാണെങ്കിൽ അച്ചായന്റെ അക്കൗണ്ടിൽ മൊത്തം 202 വീഡിയോകളാണ് പോസ്റ്റ് ആയിട്ടുള്ളത്. ഈ 202 വീഡിയോകളിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മുതൽ 8 വരെ പോട്ട് ഒരു 10 വീഡിയോ ആണ് അച്ചായൻ മറ്റൊരാളെ സഹായിക്കുന്നതല്ലാത്ത കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 202 പോസ്റ്റാണ് അച്ചായൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 202-നകത്ത് 10 പോയി കഴിഞ്ഞാൽ പോട്ട് പോയി ഒരു 12 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? അത്രയും ആളുകളെ പ്യുവർലി ഈ അച്ചായൻ പോയി സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻ ആണെങ്കിൽ പോലും, നിങ്ങൾ ഈ പറയുന്ന പോലെ പുള്ളി PR വർക്ക് ചെയ്യുന്നതാണെങ്കിലും, നിങ്ങൾ ഈ പറയുന്ന പോലെ പുള്ളി ഷോ കാണിക്കുന്നതാണെങ്കിലും 190ഓളം ആളുകളെ പുള്ളി സഹായിച്ചുകൊണ്ട് ലിറ്ററലി ഇങ്ങേരുടെ അടുത്തും സഹായം 192 ആളുകൾ കിട്ടിയിട്ടുണ്ട്. അത് വീടായിട്ട് കിട്ടിയിട്ടുണ്ട്, ചികിത്സാ സഹായമായിട്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സഹായമായിട്ട് കിട്ടിയിട്ടുണ്ട്, അവർക്ക് വീട് പണിത് കൊടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, നിരവധി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. 192 പേർക്ക് പുള്ളിക്കാരൻ ബെയർ മിനിമം ഏറ്റവും മിനിമം ഒരു 5 ലക്ഷം രൂപ പോട്ട് 1 ലക്ഷം രൂപ വെച്ച് മുടക്കി വിചാരിക്കുക. 192 പേർക്ക് 1 ലക്ഷം രൂപ വെച്ച് മുടക്കി കഴിഞ്ഞാൽ നിലവിൽ ഇപ്പൊ അങ്ങനെ എത്ര രൂപ പാവങ്ങളെ സഹായിക്കാൻ ചാരിറ്റിക്ക് വേണ്ടി മാത്രം മുടക്കിയിട്ടുണ്ടാവും. അപ്പോ ഇയാൾ ചാരിറ്റി നിർത്തി പോകണമെന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
എന്തിനാ ഈ ചാരിറ്റി നിർത്തി പോകുന്നത്? നല്ലൊരു കോമ്പറ്റീഷൻ പോയി, പുള്ളിക്കാരന് പിന്നെ പ്രൊമോഷൻ ഇല്ല, കച്ചവടം ഇല്ല. ഇപ്പോ അച്ചായന്റെ കടയിൽ പോയി നമ്മൾ ഒരു സ്വർണം മേടിക്കുന്നു. നമ്മൾ ഈ മേടിക്കുമ്പോൾ അച്ചായൻ അതിൽ നിന്നൊരു ലാഭം കിട്ടും, അത് ഉറപ്പാണ്. ഓവറായിട്ടുണ്ട് അച്ചായൻ ലാഭം കിട്ടുകയെ. ഈ ലാഭത്തിൽ നിന്നാണ് അച്ചായൻ ഈ പാവങ്ങളെ സഹായിക്കുന്നത്. അങ്ങേര് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അങ്ങേര് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പോയ സ്വർണം മേടിക്കുന്നു. ആ കിട്ടുന്ന ലാഭത്തിൽ നിന്നും, നമ്മൾ ഇട്ട പൈസയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഇങ്ങേര് പാവപ്പെട്ട ഒരാളെ സഹായിക്കുന്നത്. എങ്ങനെ നോക്കിയാലും നമ്മളുടെ ഒരു ഇപ്പൊ ആ ജ്വല്ലറി പോയി ആഭരണം മേടിക്കുന്ന ആളുകളുടെ അവരുടെ ഒരു പങ്കും കൂടെയാണ് ഈ കുടുംബത്തിന്റെ സഹായത്തിലേക്ക് പോകുന്നത്. എങ്ങനെ നോക്കിയാലും അതിന്റെ ഒരു അനുഗ്രഹം ഇവരിലേക്ക് വരും. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് കുറെ അവന്റെ അവിടെ ഒരു വോയിസ് ഉണ്ട്, ഇവന്റെ ഇവിടെ ഒരു വോയിസ് ഉണ്ടെന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഈ വോയിസുകൾക്കൊന്നും സോഴ്സ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങേറെ ചാരിറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ഈ അച്ചായൻ ചാരിറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ലിറ്ററലി അഫക്ട് ചെയ്യുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ്. അല്ലാതെ പണക്കാരനായിട്ടൊരാൾക്ക്, സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇവരൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഈ അച്ഛൻ ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ ഇവരാരും ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല. അച്ഛൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും പോയി അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടാനായിട്ട് സ്മാർട്ട് ഫോൺ ആയിരിക്കണമെന്നില്ല ഇവർ ഉപയോഗിക്കുന്നത്. ഇവർക്ക് അതൊന്നും അറിയണമെന്നില്ല. അപ്പൊ ഇവരിൽ നിന്ന് തിരിച്ചവർക്ക് ഒരു ഗുണവുമില്ല. എന്നിട്ടും അങ്ങനെ ഇത്രയൊക്കെ സഹായം ചെയ്യുമ്പോഴത്തേനും അതിനെ തകർക്കാൻ പല ആളുകളും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ചാരിറ്റിയിൽ നമ്മൾ ഇദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നുണ്ട്. അച്ചായൻ വീണ്ടും ചാരിറ്റികൾ ചെയ്യണം, ഒരുപാട് ആളുകളിലേക്ക് വീണ്ടും അച്ചായന്റെ സഹായം എത്തണം. പാവപ്പെട്ട ജനങ്ങളെ, സർക്കാർ പോലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളെയൊക്കെയാണ് ഈ പുള്ളിക്കാരൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സഹായം തുടരട്ടെ. ഏതായാലും ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് വിവാഹം കഴിക്കാനായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴത്തേനും, മകളെ കെട്ടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേനും വളരെ ആർഭാടകരമായിട്ടൊരു വിവാഹം ഇങ്ങനെ നടക്കും. അതുപോലെയാണ് ഈ വിവാഹം നടന്നത്. അച്ചായൻ അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു സഹോദരൻ എന്ന നിലയിൽ അച്ചായൻ ഈ കല്യാണം നടത്തി കൊടുത്തു. ഒരു സഹോദരി എന്ന നിലയിൽ ഈ പെൺകുട്ടി അച്ചായന്റെ സഹായം സ്വീകരിച്ചു. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ